മോണ്ടൈൻ ഫോറസ്റ്റ്. ഈ മോണ്ടൈൻ ഫോറസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ മോണ്ടൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഈ ഹിമാലയ പോലുള്ള വലിയ പർവ്വത നിരകളിൽ കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ആണ്. അതായത് ഹൈറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ തണുപ്പ് വളരെ കൂടുതലേ. അപ്പൊ അങ്ങനെ തണുപ്പ് കൂടുന്നിടത്താണ് ഈ മഞ്ഞെല്ലാം വന്ന് പൊതിയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ആ ഒരു കാട്, അതിനെയാണ് നമ്മൾ മോണ്ടൈൻ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് സീ ലെവലിൽ നിന്ന് 1000 to 2000 മീറ്റർ വരെയുള്ള സ്ഥലത്ത് ഈ പറയുന്ന പോലെ ചെസ്നട്ട്, ഓക്ക് പോലുള്ള മരങ്ങളാണ് കാണപ്പെടുന്നത്. അതായത് അതിന്റെ ലീവ്സ് ഭയങ്കര വീതിയുള്ള ബ്രോഡ് ലീവ്സ് ഉള്ളതായിരിക്കും. ഇനി 1500 to 3000 മീറ്റർ വരെ അതിനുള്ളിലുള്ള മരങ്ങളെല്ലാം ഈ പറയുന്ന പോലെ കോണിഫറസ് ട്രീസ് ആയിരിക്കും. കോണിഫറസ് ട്രീസ് എന്താണെന്നറിയാം? നമ്മളിങ്ങനെ കോൺ പോലെ ഇരിക്കുന്ന നമ്മുടെ ക്രിസ്മസ് ട്രീ കണ്ടിട്ടില്ലേ? അതുപോലൊക്കെ ഇരിക്കുന്ന ട്രീസ് ആയിരിക്കും. അതായത് പൈന്, ഡിയോഡർ, സെഡാർ, സ്പ്രൂസ് വുഡ്, സിൽവർ ഫിർ പോലെയുള്ള മരങ്ങളായിരിക്കും അവിടെ കാണപ്പെടുന്നത്. ഇനി അതിന്റെ മുകളിൽ ഒരു സ്ഥലമുണ്ട്. അതായത് 3600 മീറ്ററിന് മുകളിൽ. ഈ 3600 മീറ്ററിന് മുകളിൽ എന്താണോ ഉള്ളതെന്ന് അറിയാമോ? അവിടെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് ആണുള്ളത്. അതായത് അവിടെ കൂടുതൽ പുല്ല് ഉള്ള പുൽമേടുകളായിട്ടുള്ള പ്രദേശങ്ങളായിരിക്കും. അവിടെ തന്നെ അതിന്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഷ്രബ്സ്, സ്ക്രബ്സ് ഒക്കെ കാണും. അതായത് ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണും. പിന്നെ അതിന്റെ മുകളിൽ മഞ്ഞാണ് വരുന്നത്. അതായത് ഒരു മലയുടെ ഓരോ ഓരോ ഹൈറ്റിൽ കാണപ്പെടുന്ന മരങ്ങളും അതുപോലുള്ള ചെടികളുമാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പം ഇത്തരം കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം ഇതിന്റെ മുകളിൽ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണത്തില്ലേ, ഈ വലിയ മലകളുടെ ഏറ്റവും മുകളിൽ മാത്രമായിരിക്കും ഈ മഞ്ഞ് കിടക്കുന്നത്. താഴോട്ടൊന്നും മഞ്ഞ് വരുന്നില്ല. അപ്പൊ ഈ താഴെയുള്ള മരങ്ങളും ചെടികളും ഓരോ ഹൈറ്റിൽ എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി അവിടെയുള്ള ജീവികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അവിടെയുള്ള ജീവികളാണ് കാശ്മീർ സ്റ്റാഗ്, റെഡ് പാണ്ട, സ്നോ ലെപ്പേർഡ്, യാർക്ക്, അതുപോലെ ഈ കസ്തൂരിമാൻ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ, മസ്ക് ഡിയർ, അതുപോലെ ജാക്ക് റാബിറ്റ്, ഇതുപോലുള്ള ജീവികളാണ് അവിടെ ഉള്ളത്. അതുപോലെ പല ടൈപ്പ് ഓഫ് കാട്ടാടുകൾ പല ടൈപ്പ് ഉണ്ട്, ഇപെക്സ്, അതുപോലെ വൈൽഡ് ഷീപ്പ്, അങ്ങനെയുള്ള പല ടൈപ്പ് ഷീപ്പുകളുണ്ട്. അതുപോലെ ടിബറ്റൻ ആന്റലോപ്പ്, ഇങ്ങനെയുള്ള ജീവികളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള ഷീപ്പിന്റെയും ഗോട്ടിന്റെയും പ്രത്യേകത എന്താണെന്നറിയോ? ആ ഭാഗത്ത് ബക്രവാൾ ട്രൈബ്സ് ഉണ്ട്, അതുപോലെ ഗുജ്ജാർ ട്രൈബുകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവര് ഈ പറയുന്ന പോലെ ഷെപ്പേർഡ്സ് ആണ്. അവരുടെ ഷീപ്പിനും ഗോട്ടിനും ഒരു പ്രത്യേകത ഉണ്ട്. അവരുടെ ഷീപ്പിനും ഗോട്ടിനും കൂടുതൽ ഹെയർ ഉണ്ട്, കൂടുതൽ ബോഡി ഹെയർ ഉണ്ട്, കൂടുതൽ രോമങ്ങളുണ്ട്. എന്നാലല്ലേ അവിടുത്തെ തണുപ്പിൽ നിന്ന് അവർക്ക് രക്ഷ കിട്ടുള്ളൂ. അപ്പൊ ഈ പറയുന്ന 3600 മീറ്ററിന് മുകളിലുള്ള അത്രയും ഹൈറ്റിലുള്ള പുൽമേടുകളിൽ ഇവരുടെ ഈ ഗുജ്ജറുകളും അതുപോലെ ബക്രവാൾ ട്രൈബുകളെല്ലാം അവരുടെ ആടുകളെയും അതുപോലെ ചെമ്മരിയാടുകളെയൊക്കെ കൊണ്ടുപോയി മേയ്ക്കുന്നുണ്ട്. അപ്പം ഈ മൗണ്ടൈൻ ഫോറസ്റ്റിന്റെ ഏകദേശം ഒരു ഘടനയും അവിടുത്തെ ആനിമൽസിനെയും ഒക്കെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതെവിടെയൊക്കെയാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സദേൺ സ്ലോപ്പ് ഓഫ് ഹിമാലയയിൽ ഈ മൗണ്ടൈൻ ഫോറസ്റ്റ് ഉണ്ട്. അതുപോലെ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിലൊക്കെ ഈ മൗണ്ടൈൻ ഫോറസ്റ്റ് ഉണ്ട്. അപ്പൊ മൗണ്ടൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ആലോചിക്കുകയാണെങ്കിൽ ഒരു ക്രിസ്മസ് ട്രീ പോലെയുള്ള ട്രീ ഉള്ള ഫോറസ്റ്റുകൾ, അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരു ഇതായിട്ട് ആലോചിക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക്